Hi, welcome back to my channel sajutech&fishing. ഇന്ന് നമ്മളൊരു അടിപൊളി സാധനമാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ല, അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു ഗണ്ണാണ്. കിഴക്കോട്ടൊക്കെ മങ്കി ഗണ്ണെന്ന് പറയും. കുരങ്ങനെ ഓടിക്കാനും അതുപോലെ തന്നെ ആനയെ വരട്ടി ഓടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. നമ്മളിവിടെ കണ്ടത്തിൽ വിതച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പ്രാവിൻ്റെ ശല്യമാണ്. അപ്പോൾ നമ്മൾ പ്രാവിനെ ഓടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം 2 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സ് ആട്ടോ. ഇത് എൻഡ് ക്യാപ്പ്, അതുപോലെ തന്നെ 4:2 ഒരു റെഡ്യൂസർ കപ്ലിംഗ് വേണം. 2 എണ്ണം വേണം. പിന്നെ വേണ്ട നമ്മുടെ ത്രെഡ് അഡാപ്റ്റർ, അത് മെയിലും ഫീമെയിലും വേണം കേട്ടോ. പിന്നെ 2 ഇഞ്ചിൻ്റെ പൈപ്പ് 1/2 മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ പൈപ്പ്, അതും 1/2 മീറ്റർ വേണം. അപ്പം നമുക്കിനി ഇതൊക്കെ ഒട്ടിക്കണം. പിന്നത്തെ ഇതാണ് നമ്മുടെ ഗ്യാസ് ലൈറ്റർ, അതൊരെണ്ണം വേണം. പിന്നെ 3/4 ഇഞ്ചിൻ്റെ 2 എൽബോ വേണം. അതുപോലെ തന്നെ 3/4 ഇഞ്ചിൻ്റെ 2 എൻഡ് ക്യാപ്പ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് വേണം കേട്ടോ. അത് നമുക്കൊരു ഹാൻഡിൽ ഉണ്ടാക്കാൻ പറ്റിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ 4:2 റെഡ്യൂസറിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യണം ഈ ലൈറ്റർ വെച്ചിട്ട്. കറക്റ്റായിട്ട് അത് വെക്കുന്ന രീതിയിലൊരു ഹോള് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല ഫില്ലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫയർ ആവുന്ന നേരത്ത് നമുക്ക് പ്രശ്നമാകും. ഇതുപോലെ തന്നെ ഹോൾ ഇട്ടിട്ട് അതിലോട്ട് നമ്മുടെ ഗ്യാസ് ലൈറ്റർ ഇറക്കി വെക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ MCL വെച്ചിട്ട് ഇതുപോലെ മേളിലും താഴെയും വെച്ച് ശരിക്കും അങ്ങ് ഒട്ടിച്ചേക്കണം. ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കുക. ഒരു ഗ്യാപ്പ് പോലും വരില്ല. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ഫയർ ആകുന്ന നേരത്ത് ഈ തീയെല്ലാം പുറകോട്ട് തെറിക്കും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങ് ഒട്ടിക്കണം. ഒട്ടിച്ച് നല്ല അടിപൊളി ഇതുപോലെ നല്ല കണ്ടോ, അകത്തും ഇതുപോലെ പുറത്തും നല്ല വൃത്തിക്ക് അങ്ങ് ഒട്ടിക്കുക. ഒരു ഗ്യാപ്പും വരല്ലേ. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൈപ്പ് അങ്ങ് ഒട്ടിക്കാം. അപ്പം ഈ 3/4 ഇഞ്ചിനകത്തോട്ട് 20 സെൻറ്റിമീറ്റർ 3/4 ഇഞ്ച് പൈപ്പ് അങ്ങ് കയറ്റുക. അതുപോലെ തന്നെ 2 സൈഡും ഈ എൽബോയുടെ 2 സൈഡും കറക്റ്റായിട്ട് ഒട്ടിക്കണം. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ ഗ്ലൂ തേക്കണം കേട്ടോ. നല്ലപോലെ പശ തേച്ച് അങ്ങ് ഒട്ടിക്കുക. കാരണം ഒരു ലൂസും വരല് ഒരു ഇതും വരല് നല്ല വൃത്തിയായിട്ടും ഒട്ടിക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ 2 എൽബോയും താഴോട്ട് വരുന്ന രീതി അങ്ങ് ഒട്ടിക്കുക. ഇനി ഇതെടുത്ത് നമ്മുടെ കണ്ടോ 4 ഇഞ്ച് പൈപ്പിൻ്റെ മേളിൽ വെക്കുക. എന്നിട്ട് 2 സൈഡ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് ഇടുകയാണ് കേട്ടോ. ഈ പൈപ്പേൽ, വലിയ പൈപ്പേൽ കണ്ടോ, ഈ 3/4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് ഇത് ഒട്ടിച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യും. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് ചുറ്റും ഒരു MCL വെച്ച് ഒട്ടിക്കും കേട്ടോ. കണ്ടോ, അപ്പോൾ അത് ഇതുപോലെ ഒരു ഹാൻഡിലായി. നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്. സത്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിത് കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു എളുപ്പത്തിന് നമ്മളിതങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഹാൻഡിലായി. ഇനി നമുക്ക് ബാക്കി എല്ലാം ഒട്ടിക്കാം. ഈ 2 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 3 പീസ് വേണം. 2 7 സെൻറ്റിമീറ്റർ ഒരെണ്ണം നമുക്ക് ചെറുതായിപ്പോയി. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ഈ 4:2 റെഡ്യൂസർ കപ്ലിങ്ങും എൽബോയും അതെല്ലാം വെച്ച് ഒട്ടിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ ശരിക്കും അങ്ങ് പശ തേക്കണം. പശ തേച്ച് ഒന്നും ഗ്യാപ്പൊന്നും വരല് ഒന്നും നോക്കണ്ട, ചുമ്മാ അങ്ങോട്ട് ഒട്ടിച്ചേക്കണം. അതിലോട്ട് ഇതുപോലെ തന്നെ ഈ 2 ഇഞ്ച് പൈപ്പ് അങ്ങ് നല്ല പ്രസ് ചെയ്ത് അങ്ങ് വെക്കുക. അതിൻ്റെ പകുതി അങ്ങ് കയറണം കേട്ടോ അകത്ത്. ഇതുപോലെ പകുതി കയറുക. ബാക്കി ഭാഗത്ത് നമ്മുടെ എൽബോയിലും ഇതുപോലെ 2 ഇഞ്ചിൻ്റെ എൽബോയിൽ ഫുള്ളായിട്ട് ഇതങ്ങ് തേക്കുക. പശ തേച്ചിട്ട് നല്ല ഇതുപോലെ അങ്ങ് പശ തേച്ച് അടിപൊളിയാക്കിയിട്ട് അങ്ങ് ഒട്ടിക്കണം. നല്ല ഫില്ലായിരിക്കണം. അതുപോലെ തന്നെ ഈ പൈപ്പ് പുറത്ത് കാണൽ കണ്ടോ. ഒട്ടിക്കഴിഞ്ഞപ്പം ആ റെഡ്യൂസറും എൽബോയും കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒട്ടി. ഗ്യാപ്പ് കാണൽ. ഇനി നമ്മുടെ 2 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ്. ഈ എൻഡ് ക്യാപ്പിനകത്തും ഇതുപോലൊരു ചെറിയൊരു പീസ് 2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ പീസ് അങ്ങ് വെച്ച് ഒട്ടിക്കുക. അന്നേരം അതിലോട്ട് നമ്മുടെ അഡാപ്റ്ററില്ലേ, ത്രെഡ് അഡാപ്റ്റർ, അതിൻ്റെ ഫീമെയിൽ പോർട്ട് കയറ്റി വെക്കുക. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഗ്ലാസ് പോലെ ഇരിക്കും. ഫീമെയിൽ പോർട്ട് അതിൽ ശരിക്കും അങ്ങ് പശ തേക്കണം. ഗ്ലൂ തേച്ചിട്ട് അതങ്ങ് ഒട്ടിക്കുക. നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചങ്ങ് വെക്കുക. അപ്പോഴത്തേ നമ്മൾ അടിപൊളി ഒരു ഗ്ലാസ് പോലെ ആവും. അത് കഴിഞ്ഞ് നമ്മുടെ 2 ഇഞ്ചിൻ്റെ എൽബോയിലേക്ക് നമ്മൾ ഈ ലാസ്റ്റായിട്ടിരിക്കുന്ന ആ ഒരു പൈപ്പിൻ്റെ പീസ് അതങ്ങ് ഒട്ടിക്കുക.
അതങ്ങ് നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കണം. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലോട്ട് നമ്മൾ ഒട്ടിക്കാൻ പോണത് മറ്റേ ത്രെഡ് അഡാപ്റ്ററിൻ്റെ മെയിൽ പോർട്ടാണ്. അതും അങ്ങോട്ടങ്ങ് ഒട്ടിക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ പകുതി കയറണം കേട്ടോ. അതായത് ഈ പൈപ്പ് പുറത്ത് കണ്ട ഒരു വൃത്തികേടാണ്, അത് തന്നെ എല്ലാം നീളം കൂടും. അതുകൊണ്ട് നമ്മളത് പൈപ്പ് അകത്താകുന്ന രീതിയിൽ അങ്ങ് ചെയ്യുന്നുള്ളേ. അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. ഇനി ഇത് പൊട്ടിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടൊക്കെ മൊത്തം അപ്പുറം ഇപ്പുറം ആൾക്കാരാണ്, മൊത്തം ബഹളമാകും. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം പൊട്ടിക്കാമെന്ന് ഓർത്തായിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ 4-5 പൈപ്പിൻ്റെ 2 സൈഡും ഈ റെഡ്യൂസർ വെച്ച് അങ്ങ് ഒട്ടിക്കുക. കണ്ടോ, ഒരു സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ 4-2 റെഡ്യൂസർ 4-5 പൈപ്പിലോട്ട് അങ്ങ് ഒട്ടിച്ച്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹാൻഡിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം, താഴോട്ട് കണ്ടോ ഇങ്ങനെ ഒട്ടിക്കുക. അത് കഴിഞ്ഞ് ഇതാണ്ട് ഈ ഫ്രണ്ട് വശം കേട്ടോ, ഫ്രണ്ട് വശത്ത് ഇതുപോലെ തന്നെ 4-2 റെഡ്യൂസർ നല്ല വൃത്തിയിൽ അങ്ങ് തേച്ച് അങ്ങ് ഒട്ടിക്കണം. പിന്നെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത് പടക്കത്തിൻ്റെ സൗണ്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാതിലും അപ്പുറമായിരിക്കും ഇതിൻ്റെ സൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആൾ വനക്കമുള്ളപ്പോഴൊക്കെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ ഒരു പറമ്പിൽ കൊണ്ടുപോയിട്ട് ആളില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇത് പൊട്ടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അങ്ങ് ഉണങ്ങാൻ വെക്കുക. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത്, ഇത് വൈകുന്നേരം വരെ അങ്ങ് ഉണങ്ങട്ടെ. ആ MCL ഒക്കെ ഉണങ്ങി പശയും കാര്യങ്ങളെല്ലാം ഉണങ്ങി വൈകുന്നേരം ആകുമ്പോൾ നമുക്കിത് അങ്ങ് പൊട്ടിക്കും. അപ്പോഴത്തേ നമ്മൾ വന്ന നല്ല കാലാവസ്ഥയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ ഇതങ്ങ് പൊട്ടിക്കാൻ പോവാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കണ്ടെത്തി പ്രാവിനെ ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇതാണ്. PVC-യുടെ ഫിറ്റിങ്സും പൈപ്പൊക്കെ വെച്ചാൽ 4-5 പൈപ്പ് 2-5 പൈപ്പൊക്കെ ഉണ്ട്. കിഴക്കോട്ടൊക്കെ ഇത് മറ്റേ മങ്കീകണ്ണായിട്ട് കുരങ്ങനെ ഓടിക്കാൻ, ആന ഓടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തി പ്രാവുണ്ട്, പ്രാവിനെ ഓടിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് കാർബൈഡ് ഇടും, വെൽഡിങ്ങാർക്കൊക്കെ അറിയാൻ സംഭവമാണ്. അതിനകത്ത് കാർബൈഡ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കും, എന്നിട്ട് ഇതിങ്ങനെ വെച്ച് അടയ്ക്കുക. പിന്നെ ഇത് നമ്മുടെ ലൈറ്ററാണ്, ഗ്യാസ് ലൈറ്ററാണ്. അത് ഇവിടെ MCL-ഒക്കെ വെച്ച് ഒട്ടിച്ചേക്കുന്നതാണ്. ഇങ്ങനെ നോക്കുക, ഇത് അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഈ കാണുന്നതാണ് കാർബൈഡ്. ഇത് 1 കിലോ മേടിച്ചാൽ കേട്ടോ. ഇത് നമ്മൾ ചെറിയ മിറ്റിൽ പോലെ പൊട്ടിച്ച് വെച്ചേക്കുക. അത് ഈ കാണുന്ന ഇതിനകത്തോട്ടങ്ങ് ഇടുക. ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഗ്യാസ് ഫോമാവും. അപ്പോൾ അത് ഈ പൈപ്പിനകത്ത് വെച്ച് പൊട്ടുന്നതാണ് ഈ പരിപാടി. പേപ്പർ വന്നാൽ വേണ്ടായിരുന്നു. സാധനം ഞാൻ അവിടെ ഒന്നും എടുക്കണം, പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, വടക്കം സൗണ്ടാ. നമ്മൾ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണേ, ചുമ്മാ ഒരു സ്റ്റൈൽ ഇതിങ്ങനെ തെറിച്ച് പോകുന്ന കാണാൻ വേണ്ടി ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കാർബൈഡ് നിറച്ച് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ നിൽക്കടാ ആരായിട്ടേ. ഓടിച്ചോ. അന്ന് മറ്റേ ഈ ഇടിവെട്ടുന്ന സംഭവം ഏതാ? ഇടിവെട്ടത്തില്ലേ? ഇടിവെട്ടിട്ട് സാധനല്ലേ? ഇല്ല, ഇനി വരത്തില്ല. സംഭവം നല്ല അടിപൊളിയായിരുന്നു, കിടിലൻ സൗണ്ടായിരുന്നു. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അങ്ങ് വിളിച്ചാൽ മതി കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരുന്നേ. പിന്നെ ഇത് വെച്ച് ആരെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല, ഇതിന് പറ്റത്തുമില്ല. പിന്നെ നമ്മളിതിങ്ങനെ ഈ പശീനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.